ഇതൊരു മാതിരി ചെയ്ത്തായി പോയല്ലേ ഇവിടെ. താനിത്ര കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇതിന്റെ പുറകെ ഓടിയാർന്ന് നിൽക്കേണ്ട ഡീറ്റെയിൽസ് മൊത്തം. ഇനിയിപ്പോ ഞാൻ അളിയന്റെ അടുത്ത് എന്തുത്തര പറയാ? ആനന്ദ, ഞാൻ അന്വേഷിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ഞാനിത് മേടിച്ചോളാന്നുള്ളത്. നീ അന്ന് കണ്ട അവസ്ഥയല്ല എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതേ കണ്ടില്ലേ? ഇനി ഫണ്ടിന്റെ വല്ല വിഷയമാണെങ്കിൽ ഞാൻ അളിയനോട് പറഞ്ഞ് ലോൺ ശരിയാക്കി തരാം. അതൊരു ഇഷ്യൂ അല്ല. എന്ത് കണ്ടിട്ടാ ഞാൻ ലോൺ എടുക്കണ്ടേ? ഈ സ്ഥാപനം ഇതിന്റെ വരുമാനം കണ്ടിട്ടോ? എൻ്റെ കൂടെ ഇവിടെ സഹായത്തിന് നിന്നിരുന്ന ആളിതേ കഴിഞ്ഞ ദിവസം പോയി. ഇനി ഈ പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ പുറത്തോട് ഒരു ലോൺ നടക്കില്ല. ആനന്ദ്, എന്നെ കൊണ്ട് കൂട്ടിയ കൂടുതൽ എന്നെ വിട്ടേരെ. ഒറ്റയ്ക്ക് കൊണ്ടുപോകണ പാടെ എനിക്കറിയാം. ആ പറവനെ പ്രവാസി, എന്തുണ്ട്? എന്ത് പറയാനാ ബ്രോ? ബ്രോയുടെ അവിടെ ജോലിക്ക് വല്ല ഒഴിവുണ്ടോ? ജോലിക്ക് ഒഴിവുണ്ടോന്ന് വെച്ചാൽ ഒഴിവുണ്ട്. എന്തേ? എന്നാലേ ആ ഒഴിവിലേക്ക് എന്നെ ഒന്ന് പരിഗണിക്കണം. അതിന് നീ ദുബായിലൂടെ കണ്ടല്ലേ? ആയിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തില് നാട്ടിൽ പെട്ടു. എന്ത് സാഹചര്യം? കല്യാണം സെറ്റാക്കാൻ വേണ്ടി നാട്ടിൽ വന്ന. ഇനിയിപ്പോ അങ്ങോട്ട് കയറി ചെല്ലണ്ടെന്ന് അറബി വിളിച്ചു പറഞ്ഞു. എൻ്റെ അടുത്ത് ജോലി. ഓ, ഞാനിപ്പോ വല്ലാത്തൊരവസ്ഥയിലാണ്. കഷ്ടത്തിലേക്കാണ് ജോലിയും പോയി ഉത്തരത്തിലേക്കാണ് പെണ്ണിലെ കിട്ടുന്നുള്ള അവസ്ഥ. അതൊന്നുമില്ല ബ്രോ, എങ്ങനെയും രക്ഷിച്ചേ പറ്റൂ. എടാ, ഞാൻ ജോലിക്ക് ഒഴിവുണ്ടെന്ന് പറഞ്ഞ നേരാ, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഒഴിവല്ല. ഇതിൽ കൂടുതൽ എന്ത് വിടാൻ? കല്യാണം സെറ്റാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു ജോലി പോകാനായിട്ട്. എടാ, അതല്ല, നിനക്ക് ബുദ്ധിമുട്ടാവും. എനിക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞാൻ നോക്കിക്കോളാം. പ്ലീസ് 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 പ്ലീസ്. എടാ, ഞാൻ എന്നെ നീ ഒന്ന് പറയാൻ സമ്മതിക്കേ? ബ്രോ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഈ ജോലി കിട്ടില്ല ഞാൻ കെട്ടിത്തിച്ചാന്ന് ഉറപ്പാണ്. ചേടാ, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോരും. ഞാൻ വാട്സാപ്പിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. താങ്ക്സ് ലോട്ട് ബ്രോ. ബ്രോ അതെ പറ. ഞാൻ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊണ്ടുവരണോ? പിന്നെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കും. സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. അത് സീനില്ല. അപ്പൊ കാണാട്ടാ. ശരി. ഇവനെന്റെ കാലനാവോ? പൂക്കളം വെച്ച് പണിയൊന്നും നേരത്തെ പറഞ്ഞില്ല. ഏതാ സ്ഥലം? ഇയാളെന്ത് ഇവിടെ ടയർ മാറാൻ വന്നില്ല? കാർ വാഷ്. ഇവർക്ക് ഇതൊന്നും വാഷ് ചെയ്തിട്ടൂടെ? ഹായ്, ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. നീ എന്തിനാണ് വിഷമിക്കുന്നത്? അല്ലെങ്കിലും ദുബായിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി വെച്ചിട്ട് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ദുബായ് പോണി പോർട്ടിമോള് നമുക്ക് ജർമ്മനി. ആ ബ്രോ പറഞ്ഞത് തന്നെ കുറ്റിയും കുറിച്ച് എത്തിയ. അല്ല ബ്രോ എന്ത് ഇവിടെ? ഞാനിപ്പോ ഇവിടെ അല്ലേ? ഇവിടെയാ? എന്നോടൊന്നും തോന്നിയിട്ട് കാര്യമില്ല. ഫോണിൽ കൂടെ വല്ലതും പറയാൻ സമ്മതിക്കണായിരുന്നു. വന്ന് കണ്ടെന്ന് ഞാനും വിചാരിച്ചു. വേർക്കുന്നതിലും ദേഹത്ത് കരിയും പൊടിയും പറ്റുന്നതിലും പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ നിൽക്കാം. ഇല്ലെങ്കിൽ ജർമ്മനിക്ക് കിട്ടും. ശവത്തി കുത്തല്ലേ ബ്രോ? ജർമ്മനിക്ക് പോകാൻ പോയിട്ട് ഈ സാധനത്തിൽ പെട്രോൾ അടിച്ച് വീട്ടിൽ പോകാനുള്ള കാശൂല എൻ്റെ ഇല്ല. ഞാൻ അവിടെ നോക്കാം. അല്ല ഈ ഫുഡും അക്കോമഡേഷനൊക്കെയാ? അക്കോമഡേഷൻ ഇവിടെ മുകളിൽ റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡില്ല. ഫുഡിന് വരെ ഞാൻ നിനക്ക് ഓൺസൈറ്റ് തരാം. ഓൺസൈറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ? പിന്നില്ലേ, റോഡ് കിടക്കണ വണ്ടിയുടെ പഞ്ചർ ഒട്ടിക്കുക, സ്റ്റെപ്പിന് മാറ്റിയിട്ട് കൊടുക്കുക, അങ്ങനെ ഇഷ്ടം പോലെ ഓൺസൈറ്റ് ഉണ്ട് ഇവിടെ. വർക്ക് ഫ്രം ഹോം മാത്രം ചോദിച്ചേക്കരുത്, അത് ഞാൻ തരാം. നീ ഞാൻ പറയും പോലെ കേൾക്കൂടെ? കേൾക്കൂന്നോ? ഈശോയെ, ഇന്ന് പോലും ഞാൻ അവിടുത്തെ അടിമയാണ്. അടിമ എങ്കിൽ നിനക്കൊള്ളാം. വാ. ഞാൻ
ചെന്നാറക്കാരൻ വരവായി തള്ളുവണ്ടി എക്സ്പ്രസ് സ്പീഡിൽ ഗോപിക്കുട്ടന് ചെന്നാറക്കാരൻ ോസിനടിക്കാൻ തള്ളിമറിക്കാൻ അണ്ണംബ്ലോഡ് സായിപ്പ് മച്ചാൻ ഏണിയുമായി ചുറ്റിപ്പൊടാനത്തിൽ കണ്ണി ഗോപിക്കുട്ടൻ അമ്പളക്കുട്ട തള്ളുവണ്ടി ഗോപിക്കുട്ടൻ കണ്ണി ഗോപിക്കുട്ടൻ തേടി വന്നു കാലിച്ചുറ്റി വള്ളിയായി ഇമ്പളച്ചക്കൻ ഇമ്പളച്ചക്കൻ മാർക്കറ്റ് താഴെ തട്ടിൽ മുങ്ങിത്താണോ ഇമ്പളച്ചക്കൻ തള്ളുവണ്ടി ഗോപിക്കുട്ടൻ ഇത്തിക്കണ്ണി ഗോപിക്കുട്ടൻ ഇത്തിക്കണ്ണി ഗോപിക്കുട്ടൻ ദൈവമേ നമുക്കൊരു ചായ കുടിച്ചാലോ? ചായ നല്ല സ്ട്രോങ് ആയിട്ട് സെറ്റായിരിക്കും അല്ലേ? മൂടരി വേണ്ട വേണ്ട എൻ്റെ ചെലവ് എൻ്റെ 3 മാസം പ്രോബേഷൻ കഴിഞ്ഞല്ലേ. ശരിയാലോ. എന്നിട്ട് എന്ത് ചെയ്യണം? നിന്നെ പെർമനന്റ് ആക്കണോ? ആക്കണം അല്ല ആക്കിക്കൂടെ? ഞാൻ പോയിട്ട് വരാം. ഈശോയെ കാലം തിരിച്ചു ടയറുണ്ടല്ലോ അല്ലേ. ഇയാളെന്തായിരിക്കും തിരിച്ചു വന്നേ? എന്തുപറ്റി? അതെ, വണ്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവുന്നു. എന്താന്ന് മനസ്സിലാവണില്ല. വോബ്ലിംഗ് ആണോ? ആ അത് തന്നെ ഭയങ്കര പടപ്പ്. ശരി, ഞാൻ നോക്കട്ടെ. ഓക്കെ എന്ത് തേങ്ങയാണോ? 1 2 3. ഇതെവിടെ പോയി? എടാ കുരുത്തം കെട്ടവനെ. എടാ നേരം വൈകുന്ന തോന്നണേ. BMW ആണെങ്കിൽ പണിക്ക് കയറ്റിയേക്കുവാ. അതിന് എന്തോ ഒരു വോബ്ലിംഗ് പ്രശ്നമുണ്ട്. പിന്നെ പോർഷെ ആണെങ്കിൽ സർവീസിന് കൊടുത്തേക്കുവാ. മിനി കൂപ്പർ ആണെങ്കിൽ ആനിയും കൊണ്ടുപോയേക്കുവാ. എന്ത് ചെയ്യാനാ നീ? വേറെ കുഴപ്പമൊന്നുമില്ല. ആ ഓക്കേടാ അളിയാ. എന്തായിരുന്നു? ടയറിന് ചെറിയൊരു വെട്ടലുണ്ട്, അത് നോക്കണം. ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. എന്തേ? ഒന്നുമില്ല, ചോദിച്ച. നട്ടും ബോൾട്ടും ഒക്കെ ഉണ്ട്. 2 3 4 5. തമ്പുരാനെ ഇവളാ. ഞാനിപ്പോ വരാട്ടോ. ഞാൻ ഇതിന്റെ മറ്റേ ഓക്കെ മരണം കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചു. ഒന്ന് ഫോൺ എടുക്കടേ.
ഫോൺ എടുക്ക്. ഇവനെയൊക്കെ ഒരു സമയത്ത് വിളിച്ചാലും കിട്ടില്ലല്ലോ. ടാ, ഇവിടെ നിന്ന്. എവിടെയായിരുന്നു എത്ര നേരം? അതവിടെ പോലീസുണ്ടായിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്നെ മിക്കവാറും പോലീസ് പിടിക്കും. അവിടെ ഒരു സ്വിഫ്റ്റ് എടുപ്പുണ്ട്, അതിന് വേണ്ടെന്നാ ചെയ്തോട്. ഓക്കേ, ഇത് പിടിച്ചേ. വണ്ടിയിൽ നിന്ന് ഊരിയെടുക്കുന്ന സാധനങ്ങൾ അതുപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഇതൊരു ശീലാക്കാൻ നിൽക്കണ്ട. അതൊരു ചെറിയ കയ്യബദ്ധം. ഞാൻ ശരിയായിക്കോളാം. ഡേവിഡ് ഭായ്, ആ, ഇതാ നോക്ക്. 6 സെന്റ്, 2500 സ്ക്വയർ ഫീറ്റ്, 4 BHK, ബാത്ത് അറ്റാച്ച്ഡ്, നല്ലൊരു ഇല്ല പ്രോജക്റ്റ് ആയിട്ട് 3 മാസത്തിനുള്ളിൽ സാധനം റെഡിയാവും. പറയണത് 85 ലക്ഷം. സംഭവമൊക്കെ കൊള്ളാം. ഞാൻ പിന്നെ താങ്കളുടെ ബ്രദറിലെ ഒരു ബിൽഡറാന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാ. എന്തായാലും നോക്കണം എത്രയാന്ന് പറഞ്ഞ ഈ വാടക വീട്ടിൽ താമസിക്കുന്നേ. ഞാൻ ഏതായാലും അന്വേഷിച്ചിട്ട് പറയാം. ആ, ഇതിലും നല്ലൊരു ഡീൽ ഇനിയിപ്പോൾ വരാനില്ല. ഇതിപ്പോൾ ഒരു എനിക്കിപ്പോൾ കാറിൻ്റെ EMI ഉണ്ട്. പിന്നെ മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പം ഞാൻ വീട്ടുകാരൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് പറയാം. ആ, ഓക്കെ ഓക്കെ. വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല വേറൊന്നുമില്ല. മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, ശരി. ഓക്കെ, എന്തായാലും മാക്സിമം നോക്കട്ടോ. ആ ഓക്കെ. അളിയ, ഇത് സെറ്റാണ് ഡീല്. സംഗതി റെഡി ആയി കഴിഞ്ഞാൽ എൻ്റെ കമ്മീഷൻ്റെ കാര്യം ശരിയാവുമല്ലോ അല്ലേ? ആണോ? ആ പുതിയ ഇന്ത്യന്റെ പേരെന്തോ? വിവേക്. അവൻ എന്തീ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു PPT ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്? പുള്ളിയുടെ കാലിന് എന്തോ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു. എന്താ കാലുകൊണ്ടാ PPT ഉണ്ടാക്കണേ? അല്ല, അതല്ല. പിന്നെ കുഴപ്പമില്ല, ഞാനത് പറഞ്ഞ് ശരി. പറ്റില്ലെങ്കിൽ പറടോ, പുതിയ ആളെ എടുക്കാം. ഇല്ല കുഴപ്പമില്ല, ഞാനത് പറഞ്ഞ് ശരിയായിക്കോളാം. ഇതെന്ത് ശരിയാക്കാൻ? സാറേ, സാറേ, മഹേഷ് ചോദിച്ച റിപ്പോർട്ട് എന്താക്കി? അതവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഞാനിപ്പോ അവിടെ നിന്നാ വരുന്നേ. എന്താ ഒപ്പിച്ചേ? അല്ല, കുറച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണ്ടേ? ചുമ്മാ തോന്നിയ ദിവസം കാണിച്ചു വെക്കുകയാണോ ചെയ്യണേ? കോളേജിലൊക്കെ ചെയ്യുന്ന PPTയുടെ അതേ സീരിയസ്നെസ്സോട് ഇതിനെ കാണുക. ഇന്റേൺഷിപ്പാന്ന് പറഞ്ഞ് ഉഴപ്പരുത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കയറണ്ടേ? വേണം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ. ശരി. ഓക്കെ സാർ. ബ്രോ, വർഷയുടെ മെയിലല്ലോ വന്നായിരുന്നു? ഇല്ല, എന്തേ? ഇല്ല, അടുത്ത ആഴ്ച മുതൽ വർക്ക് ഫ്രം ഹോം ആക്കാൻ പോകുന്നോ അങ്ങനെ എന്തോ പറയണ്ടായിരുന്നു. ആണോ? ആ, എനിക്കാണെങ്കിൽ ഈ സമയത്ത് വർക്ക് ഫ്രം ഹോം കിട്ടിയ സൗകര്യമായിരുന്നു. അറിയത്തില്ല, മെയിൽ വരുമെന്ന് പറഞ്ഞേ. വന്നില്ലായിരുന്നോ? അല്ല, നീ ഇതൊക്കെ എങ്ങനെയാ അറിയണേ? ഏ കോണ്ടാക്ട്സ് മാൻ. Excuse me. Yes. ദേവി. Yeah, I'm David John. എൻ്റെ പേരാ ഞാൻ പറഞ്ഞ ദേവി. What? എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ ഇരിക്കാനോ? ഇതെന്റെ പ്ലേസ് ആണല്ലോ. ആരാ പറഞ്ഞേ? ശ്രീനാഥ്. ശ്രീനാഥ്. ഡേവിഡ്, ഒരു കാര്യം പറയാൻ മറന്നു. ഇത് നമ്മുടെ
പുതിയ ഇന്റേണാണ് ദേവി എസ് നായർ. ഹായ്. ഈ കുട്ടിയുടെ ലാപ്ടോപ്പിൽ വൈഫൈ വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ആകുമ്പം ലാൻഡ് പോർട്ട് ഉണ്ടല്ലോ. ആ ഉണ്ട്. അപ്പോൾ ഈ കുട്ടി എന്നാ തൽക്കാലത്തേക്ക് Sure, no problem. ഇന്ന് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ താങ്ക് യു. ശരി. ഓക്കെ. ബ്രോ എന്താ സംഭവം? ഇന്ത്യണാ? ഇന്ത്യ. വിവേകെ മറ്റേ സബ്മിറ്റ് ചെയ്തായിരുന്നോ? ആ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. വെച്ചായിരുന്നോ? ഡേവിഡ്, അതെ, നമ്മുടെ ക്ലയന്റ് പാർട്ണർ ലീസയ്ക്ക് ഡേവിഡിനോട് എന്തോ സംസാരിക്കാന്ന് പറഞ്ഞു. ക്യാൻ വി കണക്ട്? ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ട് വരാം. നോ യു ക്യാൻ വി ക്യാൻ യൂസ് ദിസ്. ഓക്കെ. Good morning, David John. Hey, good morning, Lisa. I've called this meeting to let you know that unfortunately your position in the company has been eliminated. This decision is final. This was discussed at the highest level in the company. Unfortunately, we've had a very tough year. As you know, with COVID, it's been very difficult for a lot of organizations. We weren't spared, and we had to make some difficult decisions, and unfortunately, it affected a lot of great people. There's no way to turn the decision around. It is final. Please don't take it personally. There's nothing personal about it. It's a company decision, strictly financial. Marsha can meet with you and go over all the exit documentation, do the exit interview, and let you know about the benefits that you can have upon your departure. I wish you all the best in your future endeavors. Hope you find a great place, a great person to work with. Thank you. Bye-bye. ഡേവിഡ്, ഇത് സാലറി സ്ലിപ്പാണ്, 3 months സാലറി സ്ലിപ്പ്. ആൻഡ് ദിസ് ഈസ് യുവർ ഫൈനൽ സെറ്റിൽമെൻറ്റ് സമ്മറി. You can go through this. And this is PF withdrawal, withdrawal transfer. It's a form, this one. This is your Varsha, experience. I'm ready to negotiate my salary. Can you do something? No, it's purely based on higher management decision. Sorry, I couldn't do anything. Can you sign on this paper? Sorry, David. I tried my best. Maybe this can help you. All the best, David. ഡേവിഡ്, കം ലെറ്റ്സ് ഗോ ഫോർ എ സ്മോക്ക്. ഇല്ല, ഞാൻ സ്മോക്കിംഗ് നിർത്തി. ഡേവിഡ്, എന്നോടൊന്നും തോന്നരുത്. എനിക്കിതിനെപ്പറ്റി അറിയായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേ. Yes, I know it. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട.
let you know that unfortunately the company has been eliminated. To turn the decision around in its final. Purely based on higher management efficiency. Function review and go over all the exit. പറ്റില്ലെങ്കിൽ പറയടോ, പുതിയ ആളെടുക്കാം. ഇതെന്താ മോട്ടിവേഷൻ ബുക്കൊക്കെ കമ്പനിന്നാ? അതെന്താ കമ്പനിന്ന് ഇങ്ങനെ? അടുത്ത പണി നോക്കാനുള്ള മോട്ടിവേഷൻ. അതെന്താ, എന്ത് പറ്റി? പറ്റാനൊന്നുമില്ല, എൻ്റെ ജോലി പോയി. ജോലി പോയിന്നോ? എന്തു പറ്റി? കോസ്റ്റ് കട്ടിങ്ങോ റീസ്ട്രക്ചറിങ്ങോ അതിനെ പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അയ്യോ, അപ്പൊ നമ്മളിനി എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവസാനമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എവിടെയാണ്? അത് 6 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് എന്താണെന്നോ എവിടുന്ന് തുടങ്ങണമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇതൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. ഞാനിത്ര നേരത്തെ റിസൈൻ ചെയ്യണ്ടായിരുന്നല്ലേ? എന്നാണോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഡോക്ടർ എന്താ നമ്മുടെ അടുത്ത് പറഞ്ഞത്? ഇതൊക്കെയെന്ന് പറഞ്ഞിരുന്ന് പ്രിപ്പയർ ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. ഒരു ഫ്ലോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പൊയ്ക്കോളൂ. ചിലപ്പോൾ ഇതിലും നല്ലത് കിട്ടാനാണെങ്കിലോ. ഓക്കെ, ഞാൻ പോയി ഒരു ചായ എടുക്കട്ടെ, ഭയങ്കര ക്ഷീണം. ഹലോ. ആ ബ്രോ, എവിടെയാണ്? ഇപ്പോഴെങ്കിലും നിനക്ക് വിളിക്കാൻ തോന്നില്ലോ? ഞാൻ ഇങ്ങനെ വിളിക്കണമെന്ന് വിചാരിച്ച് ഇരിക്കായിരുന്നു. അപ്പോഴാ വേറൊരു സ്കീം ഓണായ. പോയപ്പോ കുറെ ക്യാഷൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. കള്ളൻ. നമ്മുടെ കസിൻ ബ്രോ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മണി സ്കീമാണ്. സംഭവമൊന്നുമില്ല. ബ്രോക്ക് കിട്ടിയ ഫണ്ട് മൊത്തം ജസ്റ്റ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് 4 മാസം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഡബിൾ ആവും ഫണ്ട്. പിന്നെ ഒരു 3 വരെയും കൂടെ അടിയത് വെറുതെ ഇരുന്നാൽ മതി. ഒരു പണി എടുക്കണ്ട. ക്യാഷ് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. എനിക്കിപ്പോൾ അതിനൊന്നും നേരെയില്ല. നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ഇല്ല, വേറൊന്നും പറയാനില്ല. ഓരോരുത്തരും റിച്ചാക്കാന്ന് വെച്ചാ ആർക്കും വേണ്ട. ഹലോ. ഗുഡ് ഈവനിംഗ്, ഡേവിഡ് ജോൺ സാറാണോ? അതെ സാർ, ഞാൻ ട്രൂ വാല്യൂ കൺസൾട്ടൻസിയിൽ നിന്ന് ഹെലനാണ് സംസാരിക്കുന്നത്. സാർ പുതിയ ജോലിക്കായി ശ്രമിക്കുന്നുണ്ടോ? അതെ, യെസ്. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ് സാർ. സാറിന്റെ പ്രൊഫൈൽ ചുരുങ്ങിയ വാക്കുകളിലൊന്ന് പറയാമോ? അത് ഞാൻ പ്രൊഫൈലിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. യെസ് സാർ, കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. A result-oriented software engineer with 9 years of experience in application development, deployment, service delivery, and client relationship management.
താല്പര്യം ഉണ്ടെങ്കിൽ വളരെ നല്ല തീരുമാനം സാർ. സാർ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇപ്പൊ തന്നെ സാറിന് വാട്സാപ്പിൽ ഒരു ലിങ്ക് അയച്ചു തരാം. സാർ അതിൽ കയറി വെറും 4,999 റുപ്പീസ് അടക്കിയേ വേണ്ടുള്ളൂ. ഉടനടി ഞങ്ങൾ കമ്പനീസും ഇന്റർവ്യൂ ലൊക്കേഷനും സാറിന് ഇമെയിൽ ചെയ്യുന്നതായിരിക്കും. സാർ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. സാർ ഒരിക്കലും മിസ്സാക്കരുത്. ഇത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഇത് പെയ്ഡ് സർവീസ് ആണോ? നോ സാർ, ഇത് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഫീസ് മാത്രമാണ്. അഥവാ നിങ്ങൾ ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് സോറി, ഞാനിപ്പോൾ ഒരു പെയ്ഡ് സർവീസ് നോക്കുന്നില്ല. ഞാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ കിട്ടുമോ നോക്കട്ടെ. 10 വർഷത്തോളം എടുക്കുന്നു സാർ ഇപ്പൊ തന്നെ. ഇനിയിപ്പോ എന്ത് ഓപ്ഷൻ നോക്കാനാ? ഇപ്പൊ തന്നെ 3 മാസമായില്ലേ സാറ് വെറുതെ വീട്ടിലിരിക്കുന്നു. കിട്ടിയ അവസരം പാഴാക്കാതെ എവിടെയെങ്കിലും കയറി പറ്റാൻ നോക്ക് സാർ. ഞാൻ നിങ്ങളുടെ വീട്ടിലൊന്നുമല്ലല്ലോ ഒന്ന് ജോലിയില്ലാതെ നിൽക്കുന്നത്. ഞാൻ എന്തർത്ഥത്തിൽ പറഞ്ഞാലും എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. താങ്ക് യു. ലക്ഷ്മി, ഞാൻ നമ്മുടെ വണ്ടി വിറ്റാലോ എന്ന് ആലോചിക്കുക. നമ്മുടെ ജീപ്പോ? അത് നീ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചതല്ലേ, അതെന്തിനാ ഇപ്പൊ വിൽക്കുന്നേ? ആഗ്രഹിച്ചൊക്കെ മേടിച്ചാ, പക്ഷെ എനിക്കൊരിടത്തൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എപ്പോൾ ജോലി കിട്ടും, എന്ന് കിട്ടും എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. പിന്നെ മാത്രമല്ല, എനിക്കിപ്പോൾ ഒരു പേടി തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജോലി കിട്ടുമെന്നുമില്ല എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയും അൺസർട്ടനിറ്റീസ് ഉള്ള ഈ സമയത്ത് ഈ ആഗ്രഹങ്ങളൊക്കെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നിനക്ക് പേടി തോന്നുന്നുണ്ടോ? ഇതിലും വലിയ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടതാ ഡേവിഡ്. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയേ. പിന്നെ ഇത്ര നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഇത് നിനക്ക് നിസ്സാര കാര്യമായിട്ടാണോ തോന്നുന്നത്? ഇതൊരു താൽക്കാലിക പ്രശ്നമല്ലേ ഡേവിഡ്? നമ്മുടെ സ്കൂളിൽ നമ്മുടെ ടീച്ചർമാരൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ, ദിസ് ടു ഷാൽ പാസ് എന്ന്. ഇതിനെ അങ്ങനെ കണ്ടാ പോരെ? ഇത്രയും കഴിവുള്ള ആളല്ലേ നീ. ഇപ്പൊ വണ്ടി വിൽക്കാൻ പോവാന്ന് പറഞ്ഞത്, നമ്മൾ എന്തിനാ വണ്ടി വാങ്ങിച്ചത്? എത്ര പ്രതിസന്ധിയുള്ള റോട്ടിൽ കൂടെയും പോവാന്ന് പറഞ്ഞല്ലേ നമ്മൾ ആ വണ്ടി വാങ്ങിച്ചത്. എന്നിട്ട് ഇപ്പൊ ഇത്ര നിസ്സാര കാര്യം വരുമ്പോ അത് വിൽക്കാന്ന് പറഞ്ഞ അത് വേണ്ട, അത് നമ്മുടെ കയ്യിലിരിക്കട്ടെ. വയ്യ. ഞാൻ ഒരു കാര്യം പറഞ്ഞ നീ കേൾക്കുമോ? നീ വീട്ടിലോട്ട് ചെല്ലേ. ഇവിടെ ഈ ടെൻഷൻസിന്റെ ഇടയ്ക്ക് നീ ഒറ്റയ്ക്കല്ലേ ഡേവിഡ്? ദേ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എനിക്ക് നിന്നെ നേരെ നോക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. എന്തായാലും അവരും പ്രതീക്ഷിച്ചിരിക്കല്ലേ. നീ ചെല്ലേ. ദേ, എനിക്ക് ആകെ കൂടെയുള്ള പ്രതീക്ഷ ഇത് മാത്രമാണ്. ഇതിന് മാത്രം നീ എതിര് പറയരുത്. നോക്കാം നോക്കാം. Hello? Hi, David. This is Ramya from Delta. Yes? David, we are excited to move forward with the interview process and we would like to schedule a face-to-face interview with our CTO tomorrow. Yeah, thank you. Yeah, tomorrow is fine for me. And your convenient time? 10 o'clock? Shall I block 10 a.m. then? Yeah, sure. Please, yeah. Okay, all the best. I'll share the details. Thank you. So, David, why should we hire you? Honestly, I have all the experience and skill set that you're looking for, and I'm pretty sure that I'm the best candidate for this job role. It's not because of my experience in my past project, but my people management skill, which will be applicable
ഇൻ ദിസ് പൊസിഷൻ. മോനെ പൊളിച്ച്. ഇത് ലവിടെ കിടണം. ഇന്ന് രണ്ടിലൊന്നും എന്തെങ്കിലും അറിയാം. ഓ ഹലോ രമ്യ, ദിസ് ഇസ് ഡേവിഡ്. ഇന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അതൊന്ന് ഒരു മണിക്കൂറത്തേക്കൊന്ന് പുഷ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. എന്താ? ഒരു ആഡ് കണ്ടിരുന്നു. ഇരിക്കേ. താങ്ക്സ്. എന്താ പേര്? ഡേവിഡ്. ഡേവിഡ്. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്? ഇവിടെ അടുത്ത് തന്നെ. ആ ശരി. കണ്ടിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഇല്ലേ? നമ്പാ, ഈ കാണുന്നതൊക്കെ നമ്മുടെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നല്ല ബിസിനസ് കിട്ടും, ഞായറാഴ്ച ഒഴി. പിന്നെ ഇതിന്റെ മുകളിൽ ഒരു മുറി അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വന്ന് നിൽക്കുമോ, സാധനങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യാം. ഇല്ല, ഞാൻ പോയി വരുമായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞു തന്നു. നീ വേറെ എന്തെങ്കിലും സംശയം? ഈ ടയേഴ്സൊക്കെ അതൊന്നും കാര്യമാക്കണ്ട. അതിനൊന്നും പൈസ ഞാൻ കൂട്ടിയിട്ടില്ല. ഒക്കെ കമ്പനിക്കാർ ക്രെഡിറ്റ് തന്നെ, വിറ്റ് പോണതിനനുസരിച്ച് പൈസ തന്നാണ്. എനിക്കില്ല താല്പര്യമുണ്ട്. ഞാൻ അടുത്ത് തന്നെ ഒന്ന് അഡ്വാൻസ് തന്നേക്കാം. അങ്ങനെ വാക്കാ പറഞ്ഞാൽ ശരിയാവൂല. താല്പര്യം ഉണ്ടെങ്കിൽ ടോക്കൺ അഡ്വാൻസ് തന്നിട്ട് പോക്കോ. ഒരു മാസം കഴിഞ്ഞ് എപ്പോഴേലും സൗകര്യം പോലെ അഡ്വാൻസ് തന്നിട്ട് കരാർ എഴുതിയാൽ മതി. മനസ്സിലായോ? ഇഷ്ടം പോലെ എൻക്വയറീസ് വരുന്നുണ്ട്. ടോക്കൺ എത്ര ഉദ്ദേശിക്കുന്നത്? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി എന്തേലും സംശയം ഉണ്ടെങ്കിലേ വിളിക്കാൻ പഠിക്കണ്ട. ഞാൻ ഈ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് ഇത്ര പെട്ടെന്ന് തീരുമാനമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇഷ്ടംമാതിരി കോൾസ് വരുന്നുണ്ട്.
പക്ഷേ ഈ പറഞ്ഞ മാതിരി നേരിട്ട് വന്ന് പരിപാടി സെറ്റാക്കിയത് നിങ്ങളാ. ഇതിനു മുമ്പ് എവിടെയായിരുന്നു ഷോപ്പ്? ഞാനൊരു IT ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ജോലി കിട്ടാനും പ്രയാസം. കയ്യിലുള്ള കാശ് വെച്ച് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങാമെന്ന് വെച്ചപ്പോൾ ആദ്യം കണ്ട ഇവിടുത്തെ ആടാ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഇത് തന്നെ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അല്ല, അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? ഞാൻ നെറ്റിലേക്ക് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പയ്യനെ കിട്ടുമല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്താൽ മതിയല്ലോ. എൻ്റെ മറ്റ് ബിസിനസ്സുകൾക്കിടയിൽ ഇത് നോക്കി നടത്താൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ലീസിന് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്ത നിങ്ങളെ ഞാനിത് ഏൽപ്പിച്ചാലുണ്ടല്ലോ, ഇതിൻ്റെ പുറകെ കിടക്കാൻ എനിക്ക് സമയമുണ്ടാവും. അയ്യോ, അങ്ങനെ പറയല്ലേ. വേറെ എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ? ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാതെ ഞാനിതിന് ഇറങ്ങി തിരിച്ചത്. അതാണ്. നിങ്ങളുടെ മുമ്പിൽ 2 വഴികളുണ്ട്. 1, ഈ ടോക്കണും തിരിച്ചെടുത്ത് വേറെ വല്ല പണിയും നോക്ക്. 2, ഈ ചെക്കനൊക്കെ ഇവിടെ എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഇവൻ്റെ നാട്ടിലെ തൻ്റെ അസുഖം കൂടിയിട്ട് വീട്ടുകാർ തിരിച്ചങ്ങോട്ട് ഇപ്പോഴൊന്നും ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇവനോട് നിൽക്കുക. ഇവൻ എന്ന് പോകുന്ന പോലും അറിയാൻ പാടില്ല. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ പണി പഠിച്ചെടുക്കാൻ പറ്റണം. ഇതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഇടയിൽ ടെക്നീഷ്യനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പേപ്പറിൽ ഒരു പരസ്യം കൊടുക്കണം. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഇനി അതും ഇതും പറഞ്ഞ് എന്നെ ചുറ്റിക്കരുത്, എനിക്ക് സമയമില്ല. ടോക്കൺ തിരിച്ചു തരണ്ട, ഞാൻ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. അസാമാന്യ ധൈര്യമാണല്ലോ. ധൈര്യമല്ല, എൻ്റെ അവസ്ഥയാണ്. ബിനോ ബ്രോ ബ്രോ ഇവിടെ അല്ലേ? എടാ, അവര് പോയോ? അവരൊക്കെ എപ്പോഴാ പോയി? എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഒരു മിനിറ്റ്. ഹലോ, എൻ്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്തനേക്ക. ബ്രോ, എന്തോടാ? എന്റെ ജർമ്മൻസ് സെറ്റായി. കൊള്ളാലോടാ. കാര്യം അവളുടെ മുമ്പിൽ പിടിച്ചിക്കാൻ വേണ്ടി ചെയ്താണല്ലോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതായാലും നന്നായി, എൻ്റെ കൂടെ വന്നിട്ട് നീയെങ്കിലും രക്ഷപ്പെട്ടല്ലോ. ബ്രോ, അവര് വിളിക്കുന്നുണ്ടേ. ഹലോ, അപ്പൊ ശരി ബ്രോ, എത്തിയിട്ട് വിളിക്കാം. സത്യം പറയാലോ, ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും നല്ല മെന്ററും മോട്ടിവേറ്ററൊക്കെ നിങ്ങൾ തന്നെയാണ്. ഇത് പിടിച്ചോ, ഇവിടെ ഇരിക്കട്ടെ എൻ്റെ ഒരു ഓർമ്മയ്ക്ക്. എനിക്ക് കുറച്ച് നാളോടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. കിട്ടിയ അവസരം കളയാതെ പോയി രക്ഷപ്പെടാൻ നോക്ക്. അപ്പൊ എന്താ ബ്രോഡ പ്ലാൻ? സെറ്റാവണം. എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ. അപ്പം എങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. അപ്പൊ ശരി, കിട്ടുന്നതിനും വീടെത്തട്ടെ. ഓക്കെ, പോട്ടെ. അപ്പോൾ ഒരു 1000 കിലോമീറ്റർ ഒക്കെ ഓടുമായിരിക്കൂലേ? പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത 1000 അല്ല, 5000 കിലോമീറ്റർ കിട്ടും. അപ്പോൾ ഓക്കെ, എന്നാ താങ്ക് യു കേട്ടോ. ഓക്കെ. ഹലോ. Hi David, this is Ramya from Delta Tech. യെസ്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തായിരുന്നു. പക്ഷേ താങ്കളുടെ കുറച്ച് അസൗകര്യങ്ങൾ കാരണം യു കുഡന്റ് അറ്റൻഡ് ഇറ്റ്. നമ്മൾ പ്രൊഫൈൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ can we restart the interview process? Yeah, sure. Okay. I'll share the details over mail. And will you be able to attend it tomorrow? Yeah, tomorrow is fine for me. Okay, all the best. ഡേവിഡ്, പ്രൊഫൈലൊക്കെ കൊള്ളാം, പക്ഷേ ഒരു കരിയർ ബ്രേക്ക് ആണെന്നുണ്ടല്ലോ. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ഹയറിംഗ് ക്രൈറ്റീരിയ എന്താണെന്ന് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, എൻ്റെ ഈ കരിയർ ബ്രേക്ക്
നിങ്ങൾ സെറ്റ് ചെയ്യുന്ന എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ എനിക്ക് ഒരിക്കലും ഒരു തടസ്സമാവില്ല. സോ ഡേവിഡ്, മറ്റ് കാൻഡിഡേറ്റ്സിനെ മാറ്റി നിർത്തി ഡേവിഡിനെ ഞാൻ ഹയർ ചെയ്യുകയാണെങ്കിൽ താങ്കൾക്ക് എന്ത് വാ ഫാക്ടറാണ് തരാനുള്ളത്? മേ ബി ഏത് പാതിരാത്രി വിളിച്ച് ഡെലിവറി അപ്ഡേറ്റ്സ് ചോദിക്കാനും അല്ലെങ്കിൽ കാറിൻ്റെ ടയർ പഞ്ചറായി റോഡിൽ കിടക്കുമ്പോൾ വിളിക്കാനും സാറിന് ഇനി ഒറ്റ കോൺടാക്ട് നമ്പർ കീപ്പ് ചെയ്താൽ മതിയാവും. That's a good one. So when can you join?